ഈ മീൻകറി കഴിച്ചോലും ഉണ്ടാക്കിയാലൊക്കെ പറയുന്നത് കിഡിലും ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണമെങ്കിൽ റെസിപ്പി അറിയണ്ടേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉലുവട്ട് പൊട്ടിക്കുക. കടുക് വേണ്ട കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കരിവേപ്പിൻ്റെയും ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു 1.5 സ്പൂൺ മുളകും പൊടിയും ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ആ എണ്ണയിലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറുതായിട്ട് തന്നെ തക്കാളിയും നടുക കീറിയ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കൊടമ്പുളി വെള്ളത്തിലിട്ടതും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. മീനനുസരിച്ചാണ് വെള്ളം ഒഴിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തോണ്ട് നല്ലോണം തിളച്ച് മീനിൻ്റെ കറിയൊക്കെ നല്ല വെറ്റി വരുന്ന സമയത്ത് നമ്മൾ മീൻ നിരത്തി വെച്ചെടുക്കണം. മീൻ അടുക്കി വെക്കരുത്, നിരത്തി വെക്കണം. എന്നാലും മീനിൻ്റെ ടേസ്റ്റ് കറിയിലേക്കും കറിയുടെ ടേസ്റ്റ് മീനിലേക്കും ആവുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് വലിപ്പമില്ല ചട്ടി എടുക്കുക. തോന മീനൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ നിരത്തി വെച്ചിട്ട് ശേഷം ആ കയ്യിലോണ്ട് തന്നെ നമുക്ക് മീനിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കറിയൊക്കെ ആക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. അതിനുശേഷം ഒന്ന് തുറക്കുക. ഇപ്പോൾ കറിയൊക്കെ എല്ലായിടത്തും ആയിട്ടില്ലേ. ഇനി തുറന്ന് വെച്ചിട്ട് വലിയ തീയിലൊന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി. വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.